Hello students. അപ്പോൾ ഈ പ്രോബ്ലം ആണ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എവിടെയാണ് ഇൻക്രീസിങ് ആവുന്നത്, എവിടെയാണ് ഡിക്രീസിങ് ആവുന്ന ഇന്റർവെൽ ഫൈൻഡ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, എവിടെയാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്നതെന്നും എവിടെയൊക്കെയാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആകുന്നതെന്നും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസ് എടുക്കുമ്പോൾ 3x² - 2 ഗ്രേറ്റർ ദാൻ 0. ഇനി ഇൻഇക്വാളിറ്റിനെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക, അപ്പോൾ 3x² ഗ്രേറ്റർ ദാൻ 2. പിന്നെ 3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക, അപ്പോൾ x² ഈസ് ഗ്രേറ്റർ ദാൻ 2/3. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് +√2ഉം അതുപോലെ മൈനസും കിട്ടും, പ്ലസും മൈനസും കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം കിട്ടുക x ഈസ് ഗ്രേറ്റർ ദാൻ √2/3, വേറൊരെണ്ണം കിട്ടുക -x ഈസ് ഗ്രേറ്റർ ദാൻ √2/3. അതാണ് രണ്ടെണ്ണം കിട്ടുക. x ഈസ് ഗ്രേറ്റർ ദാൻ √2/3 ആൻഡ് -x ഈസ് ഗ്രേറ്റർ ദാൻ √2/3. അപ്പോൾ ഒരെണ്ണം x ഈസ് ഗ്രേറ്റർ ദാൻ √2/3, പിന്നെ ഒരെണ്ണം -x ഈസ് ഗ്രേറ്റർ ദാൻ √2/3 ആയിരുന്നു. അതിനെ നമ്മൾ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x അല്ലേ കിട്ടേണ്ടത്, അതുകൊണ്ട് ത്രൂ ഔട്ട് അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇത് -x എന്നുള്ളത് മാറി x ആവും, ഗ്രേറ്റർ ദാൻ മാറി ലെസ് ദാൻ ആവും, ഇവിടെ -√2/3 വരും. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് ഇൻഇക്വാളിറ്റീസ് ആണ് കിട്ടുക. എക്സ് ഗ്രേറ്റർ ദാൻ √2/3യും എക്സ് ലെസ് ദാൻ -√2/3. അപ്പം ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ നോട്ടിൽ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇന്റർവെൽ എക്സ് ഗ്രേറ്റർ ദാൻ √2/3 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ √2/3, ഇൻഫിനിറ്റി ആണ്. എക്സ് ലെസ് ദാൻ -√2/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് -∞ മുതൽ -√2/3 വരെയാണ്. ശരിയല്ലേ? ആ എക്സ് ആക്സിസ് നോക്കുക, റിയൽ ആക്സിസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ ഏത് ഇന്റർവെൽസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇന്റർവെൽസിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നത്. മനസ്സിലായല്ലോ? ഇനി അതുപോലെ ഡിക്രീസിങ് ചെക്ക് ചെയ്യുമ്പോൾ 3x² - 2 സ്റ്റെപ്സ് മുഴുവനും ഇതിലില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി നോക്കിയേ, 3x² - 2 ലെസ് ദാൻ 0 എഴുതാം. ഇത് എഴുതിയ പോലെ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 3x² ഈസ് ലെസ് ദാൻ 2. ഫ്രം ദാറ്റ് x² ഈസ് ലെസ് ദാൻ 2/3 എന്ന് കിട്ടും. x² ലെസ് ദാൻ 2/3 എന്നുള്ളത് സോൾവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, റൂട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ പോലെ തന്നെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. x² ലെസ് ദാൻ 2/3 എന്നുള്ളതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്കറിയാമോ, ഒരു സാധനത്തിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -√2/3 ലെസ് ദാൻ x ലെസ് ദാൻ 2/3 ഇതാണ് കിട്ടുക. -√2/3 ലെസ് ദാൻ x ലെസ് ദാൻ 2/3. ലെസ് ദാൻ എന്നുള്ള ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുമ്പോൾ x² ഈസ് ലെസ് ദാൻ സംതിങ് ഈസ്, അതിനെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ദാറ്റ് x² ഈസ് ലെസ് ദാൻ a ഇംപ്ലൈസ് -a ലെസ് ദാൻ x ലെസ് ദാൻ a എന്നാണ്. അപ്പോൾ ആ റിസൾട്ട് വെച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. രണ്ട് രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ വരുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നും അതുപോലെ ലെസ് ദാൻ വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്നും പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് വാല്യൂ വരിക. ഈ ഇന്റർവെൽ എന്ന് പറഞ്ഞത് ഏതാ ഇന്റർവെൽ? ഓപ്പൺ ഇന്റർവെൽ -√2/3 to +√2/3 അല്ലേ? ഇവിടെ നടുവിലാണ് കേട്ടോ കോമ ഇവിടെയല്ല, നടുവിലാണ് കോമ. ആ ഓപ്പൺ ഇന്റർവെൽ ആണിത്. ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്ത് നോക്കി ഇന്റർവെല് കണ്ടുപിടിക്കുക. ഇതിലും കുറച്ചും കൂടെ എളുപ്പമുള്ള മാർഗ്ഗമാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറഞ്ഞിട്ട് അടുത്തത് പറയാൻ പോകുന്നത് ഇതിലും കുറച്ചും കൂടെ എളുപ്പമുള്ള മാർഗ്ഗമാണ്. അപ്പോൾ ഈ പ്രോബ്ലം ഈ രീതിയിൽ ചെയ്യണമെന്നില്ല. ഇനി പറയാൻ പോകുന്ന ടെസ്റ്റ് വെച്ചിട്ടായാലും നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വലിയ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞു തരാത്തത്. അടുത്തതിൽ വെച്ചിട്ട് നമുക്കത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത മെത്തേഡ് വെച്ചിട്ട് ഓക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ അടുത്ത പറയാൻ പോകുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് പഠിച്ചാൽ മതി. എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ആദ്യം നോക്കാം. ലെറ്റ് c be a critical number of a continuous function f in the interval ab and suppose that f is differentiable at every number in open interval ab. Continuous ആണ്, differentiable ആണ്, with a possible exception of c itself. സിയില് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ഒന്നും ആയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇഫ് f dash of x greater than 0 on AC and f dash of x less than 0 on CB. അപ്പൊ a മുതൽ c വരെയുള്ള ഭാഗത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ചിഹ്നം പോസിറ്റീവും, അത് കഴിഞ്ഞ് c മുതൽ b വരെയുള്ള ഭാഗത്ത് f dash of xന്റെ ചിഹ്നം നെഗറ്റീവും ആണ് എങ്കിൽ, അതായത് ആദ്യം പോസിറ്റീവ് ആയിരുന്നു, അപ്പൊ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരുന്നിട്ടുണ്ടാവാം. പിന്നെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, ലെസ് ദാൻ 0 ആണ്, അപ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഗ്രാഫ് അസ്യൂം ചെയ്താൽ മനസ്സിലാവും. ആദ്യം ഒന്നിങ്ങനെ പൊങ്ങി വന്നു, എ മുതൽ സി വരെ ഇങ്ങനെ പൊങ്ങി പോന്നു, ഇൻക്രീസ് ചെയ്തു പോന്നു. പിന്നെ അതിന് സി മുതൽ ബി വരെയുള്ള ഭാഗം ഡിക്രീസ് ചെയ്തു പോകുന്നു
അല്ലേ? അപ്പൊ സിയിൽ വെച്ചിട്ടാണ് ഇൻക്രീസിംഗിൽ നിന്ന് ഡിക്രീസിംഗിലേക്ക് ചേഞ്ച് ആവുന്നത്. സ്വാഭാവികമായിട്ടും സി ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് സി. അപ്പൊ അവിടെ ഒരു ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മാക്സിമം, ലോക്കൽ മാക്സിമം ആണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. എ ബിയിലായതുകൊണ്ട്, ടോട്ടൽ എ ബിയിലായതുകൊണ്ട് ആബ്സല്യൂട്ട് മാക്സിമം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ലോക്കൽ മാക്സിമം, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ വേണമെങ്കിൽ അത്രയും കുറേ ലോക്കൽ മാക്സിമംസ് ഉണ്ടെങ്കിൽ ആബ്സല്യൂട്ട് മാക്സിമം ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഒരു ലോക്കൽ മാക്സിമം അറ്റ് സിയിൽ ഒരു ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. അതുപോലെ if f dash of x less than 0 on AC and f dash of x greater than 0 on CB. ഇതിവിടെ ഡിക്രീസിങ് ആയിരുന്നു, താഴ്ന്നു പോന്നു. പിന്നെ സിയിൽ വെച്ചിട്ട് എ മുതൽ സി വരെ ഡിക്രീസിങ് ആയിരുന്നു, താഴ്ന്നു പോന്നു. അത് കഴിഞ്ഞ് സി മുതൽ ബി വരെ ഇൻക്രീസിങ് ആണ്, ഗ്രേറ്റർ ദാൻ 0 അല്ലേ. പിന്നെ ഇങ്ങോട്ട് റൈസ് ചെയ്ത് പോന്നു. അപ്പൊ സിയിൽ വെച്ചിട്ടാണ് ഡിക്രീസിംഗിൽ നിന്ന് ഇൻക്രീസിംഗിലേക്ക് ചേഞ്ച് ആവണത്. അപ്പൊ സ്വാഭാവികമായിട്ട് സി താഴെയുള്ളൊരു പോയിന്റ് ആയിരിക്കും അല്ലെ, ഡിക്രീസ് ചെയ്ത് പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പോരുന്നു. അപ്പൊ എഫിന് അവിടെ ഒരു എന്തുണ്ടാവാനാണ് സാധ്യത? ഒരു റിലേറ്റീവ് മിനിമം, ഒരു ലോക്കൽ മിനിമം അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. If f dash of x has the same sign on AC and CB, then f does not have a relative extremum at C. സിയുടെ ലെഫ്റ്റിലും റൈറ്റിലും എ സി എന്നുള്ള ഇന്റർവെലും സി ബി എന്നുള്ള ഇന്റർവെലും സിയുടെ എ സിയുടെ ഉള്ളില് സിയുടെ ലെഫ്റ്റിലുള്ള പോയിന്റ്സ് ആണ്, സി ബിയുടെ ഉള്ളില് സിയുടെ റൈറ്റിലുള്ള പോയിന്റ്സ് ആണ് അല്ലെ. അപ്പൊ സിയുടെ റൈറ്റിലും ലെഫ്റ്റിലും എന്താണ് അവസ്ഥ, ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ചിഹ്നം എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്, ശരിയല്ലേ? അപ്പൊ സിയുടെ റൈറ്റിലും ലെഫ്റ്റിലും ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന് സെയിം സൈൻ ആണെങ്കിൽ, ചിഹ്നം വ്യത്യാസമൊന്നും വരണില്ല എങ്കിൽ സിയില് ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ എക്സിസ്റ്റ് ചെയ്യില്ല. സൈൻ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇൻക്രീസിംഗിൽ നിന്ന് ഡിക്രീസിംഗിലേക്കാണ് എങ്കിൽ അവിടെ ഒരു റിലേറ്റീവ് മാക്സിമം, ഡിക്രീസിംഗിൽ നിന്ന് ഇൻക്രീസിംഗിലേക്കാണെങ്കിൽ അവിടെ ഒരു ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് തിയറി, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കാം. അടുത്തത് ഫൈൻഡിങ് ദ റിലേറ്റീവ് എക്സ്ട്രീമ ഓഫ് എ ഫംഗ്ഷൻ. അപ്പൊ ഇതിൽ സ്റ്റാർട്ടിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് കണ്ടുപിടിക്കാന്ന്, ഗ്രാഫ് വരച്ച് നോക്കിയിട്ട് കേട്ടോ. അപ്പൊ എന്താണ് മെത്തേഡ് നോക്കാം. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഓഫ് എഫ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഡിറ്റർമിൻ ദ സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ടു ദ റൈറ്റ് ആൻഡ് ടു ദ ലെഫ്റ്റ് ആൻഡ് ടു ദ റൈറ്റ് ഓഫ് ഈച്ച് ക്രിട്ടിക്കൽ നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മെത്തേഡ് പോലെ തന്നെ മൊത്തം ആക്സിസിനെ ക്രിട്ടിക്കൽ പോയിന്റ്സ് വെച്ചിട്ടൊന്ന് സബ് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ ഇന്റർവെല്ലിലും ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ചിഹ്നം അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ചിഹ്നം അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു പോയിന്റ് ആ ഇന്റർവെല്ലിൽ നിന്ന്, ആ സബ്സെക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ചിഹ്നത്തിൽ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ കിട്ടുന്ന വാല്യൂവിന്റെ ചിഹ്നം നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതായിരുന്നു. ഇനി ഓരോ ഇന്റർവെല്ലിലും ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ചിഹ്നം കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആസ് വി മൂവ് അക്രോസ് എ ക്രിട്ടിക്കൽ നമ്പർ സി, എഫ് ഓഫ് സി ഹാസ് എ റിലേറ്റീവ് മാക്സിമം. ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ആവണമെങ്കിൽ നമുക്ക് ഇൻക്രീസിംഗിൽ നിന്ന് ഡിക്രീസിംഗിലേക്ക് ചേഞ്ച് ആവുകയാണ്. അപ്പോൾ റൈസ് ചെയ്ത് പോയിട്ട് പിന്നെ താഴത്തേക്ക് വരും. അപ്പോൾ അവിടെ ഒരു ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്, അവിടെ ഒരു ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സൈൻ ചേഞ്ച് ഒന്നും ഇല്ല എങ്കിൽ അവിടെ റിലേറ്റീവ് എക്സ്ട്രീമാസ് ഒന്നും ലോക്കൽ എക്സ്ട്രീമാസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 ഇൻറ്റു എക്സ് മൈനസ് 4. ഓക്കെ, അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേ പറ്റൂ. അപ്പൊ എക്സ് റേസ് ടു 1/3 ഇൻറ്റു എക്സ് പവർ റൂൾ യൂസ് ചെയ്യാം കേട്ടോ. 1/3 പ്ലസ് 1 ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4/3, പിന്നെ 4 ഇൻറ്റു എക്സ് റേസ് ടു 1/3. ഇനി ഐഡന്റിഫൈ ദ ഇന്റർവെൽസ് ഓൺ വിച്ച് എഫ് ഈസ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ്. അതാ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രോബ്ലം ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പറഞ്ഞുതരാം അതെങ്ങനെ ചെയ്യാന്ന്. ഫൈൻഡ് ദ ഫംഗ്ഷൻസ് ലോക്കൽ ആൻഡ് അബ്സല്യൂട്ട് എക്സ്ട്രീമ വാല്യൂസ്, അതും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ ആൻഡ് അബ്സല്യൂട്ട് എക്സ്ട്രീമ വാല്യൂസും ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് അറിയണം. അപ്പോൾ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 4/3 x⁻³ ഇൻറ്റു മൈനസ് 4/3 ഇൻറ്റു x⁻². അപ്പോൾ രണ്ടിൽ നിന്നും ഒരു x⁻² ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ 4/3 ഇൻറ്റു x⁻² ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ ഇവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ x⁻²/3 നമുക്ക് എപ്പോഴും ഫാക്ടേഴ്സ് ആയിട്ട് കിടക്കുന്നതാണ് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നല്ലത്. അപ്പോൾ അതുകൊണ്ട് x⁻²/3 ഇതിൽ നിന്ന് ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ട്. x⁻⁴ x⁻² ഔട്ട്സൈഡ് പോരുമ്പോൾ എന്ത് കിട്ടുന്നു എന്നറിയാൻ x⁻⁴ x⁻² കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഔട്ട്സൈഡ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാലൻസ് എന്തുണ്ടാവും എന്ന് കിട്ടാനായിട്ട് x⁻⁴ ഡിവിഷൻ x⁻² ചെയ്യാം. അതായത് x⁻⁴ മൈനസ് -2/3, അതായത് x⁻⁴ പ്ലസ് 2/3, that is x⁻³ that is x എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ x-1 എന്ന് കിട്ടും ഇവിടെ ബാലൻസ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിന് താഴത്തേക്ക് എഴുതാം ഇനി. അപ്പോൾ 4 ഇൻറ്റു x-1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു x⁻²/3 എന്നാണ് എന്ത് വരുന്നത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഔട്ട്സൈഡ് എടുത്തത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത് ഈക്വൽ ടു 0 ആകുന്നതും അൺഡിഫൈൻഡ് ആകുന്നുള്ള പോയിന്റ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് നോക്കുമ്പോൾ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഒരു ക്വാണ്ടിറ്റി ഈക്വൽ ടു 0 ആവണമെങ്കിൽ അതിന്റെ ന്യൂമറേറ്ററിൽ 0 വരണം അല്ലേ. ന്യൂമറേറ്റർ എപ്പോഴാണ് 0 ആവുക? 4 എന്തായാലും 0 ആവില്ല. ന്യൂമറേറ്റർ 0 ആവണമെങ്കിൽ x=1 വരണം അല്ലേ. അപ്പോൾ x=1, 4 ഇൻറ്റു x-1 = 0. അതിൽ നിന്ന് x=1 ആണ് 0 ആവുന്ന പോസിബിലിറ്റി ഉള്ളത്. ഇനി ഇതെപ്പോഴും അൺഡിഫൈൻഡ് ആവുന്നേ നോക്കി, അടിയിൽ എക്സിന്റെ ടേം ഉണ്ട്, അടിയിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ ഇത് അൺഡിഫൈൻഡ് ആവും. അപ്പോൾ x 0 ആകുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് അൺഡിഫൈൻഡ് ആകും. അപ്പോൾ നമുക്ക് 2 പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് കിട്ടുക, x=1ഉം x=0ഉം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഡൊമൈൻ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, എഫ് ഓഫ് എക്സിന്റെ ഡൊമൈൻ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ എൻഡ് പോയിന്റ്സ് കിട്ടില്ല. നമുക്ക് എൻഡ് പോയിന്റ്സിന് നമുക്ക് ഇന്റർവെൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എൻഡ് പോയിന്റ് എഴുതണ്ട. -∞ മുതൽ 0 വരും, 0 മുതൽ 1 വരും, പിന്നെ 1 മുതൽ ∞ വരെ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി ഇവിടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സ് ആക്സിസ് എടുക്കുക. എക്സ് ആക്സിസ് മാത്രം എടുത്താൽ മതി, വൈ ആക്സിസ് വരയ്ക്കണമെന്നില്ല. എക്സ് ആക്സിസ് മാത്രം എടുക്കുക. അപ്പോൾ ഇവിടെ -∞, ഇവിടെ +∞, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് മാർക്ക് ചെയ്യുക, ഒന്ന് 0ഉം ഒന്ന് 1ഉം മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഇന്റർവെൽ വരുന്നത് -∞ മുതൽ 0, അങ്ങനെ 3 ഡിവിഷൻസ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുക കേട്ടോ. ഈ 2 ഇതിൽ കൂടെയും 2 ക്രിട്ടിക്കൽ പോയിന്റ്സിൽ കൂടിയും വരയ്ക്കുക, അങ്ങനെ പാർട്ടീഷൻ ചെയ്യുക. എൻഡ് പോയിന്റ്സ് ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ അതും കൂടി കാണിക്കുമായിരുന്നു. ഇപ്പം അതില്ലാത്ത സ്ഥിതിക്ക് ഈ 2 എണ്ണത്തിൽ കൂടി 2 പാർട്ടീഷൻ ചെയ്യുക. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഒരു ഇന്റർവെൽ -∞ മുതൽ 0, അടുത്ത ഇന്റർവെൽ 0 മുതൽ 1 വരെ, അടുത്ത ഇന്റർവെൽ 1 മുതൽ ∞ വരെ. കഴിഞ്ഞ പ്രോബ്ലം ഞാൻ ഇതുപോലെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് ഓരോന്നിന്റെ സൈനാണ്. ഇപ്പം നോക്കി, ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ സൈനാണ് നമുക്ക് അറിയേണ്ടത്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ സൈൻ, ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ സൈൻ ഈ ഓരോ ഇന്റർവെല്ലിലും എങ്ങനെ വരും എന്നുള്ളതാണ് അറിയേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് 3 എണ്ണത്തിന്റെ സൈനും കണ്ടുപിടിച്ച് പ്ലസ് ആണോ മൈനസ് ആണോ ആ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഈ മെത്തേഡെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ഈ ഇന്റർവെല് -∞ 0 എന്നുള്ള ഒരു ഇന്റർവെല്ലിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുക. എന്നിട്ട് അത് ഫസ്റ്റ് ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കുക, അതിനെന്താണ് സൈൻ വരുന്നതെന്ന് നോക്കുക. അതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.